പുതിയതായി പണി കഴിപ്പിച്ച ഒരു വീടിൻ്റെ ഹോം ടൂറാണ്. സ്റ്റാലിൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ സ്വന്തം വീട്. അപ്പോൾ ഇത് പണി കഴിപ്പിച്ചിട്ട് അധികം ആയില്ല, ഇത് കയറി താമസിച്ചതേ ഉള്ളൂ. ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. അകത്തേക്ക് വന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കയറുക. ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. വടക്ക് ഭാഗത്തുകൂടിയാണ് റോഡ് പോകുന്നത്. പ്രധാന ഡോർ കിഴക്കോട്ട് ആണ്. അപ്പോൾ അത് വാസ്തു അനുസരിച്ചാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോർ ഇവിടെ വെച്ചത്. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചണിൽ നിന്നും വർക്ക് ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ കാണാൻ പാകത്തിനാണ് ഈ വിൻഡോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ടും തേക്കിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ സ്റ്റാലിൻ ചേട്ടൻ പറയും. കയറുക. അപ്പോൾ നമ്മുടെ വളരെ കാലമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും സ്വന്തമായിട്ട് കുടുംബപരമായി ഉണ്ടായിരുന്ന ഒരു 22 സെൻറ്റ് സ്ഥലത്തിൽ നമ്മളൊരു പാർട്ടി തിരിച്ച് ഏകദേശം 2100 സ്ക്വയർ ഫീറ്റോളം അളവിലുള്ള ഒരു ഭവനം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു. ഏതാണ്ട് 3 മാസ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഒരു ഹോംവർക്കിലൂടെയാണ് ഞാൻ ഈ ഡിസൈനിലേക്ക് എത്തിച്ചേർന്നത്. നമ്മൾ വലിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കൃത്യമായ ഒരു കളർ പാറ്റേൺ ഇതിനകത്ത് സ്വീകരിച്ചിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇൻറ്റീരിയറെല്ലാം ചെറുതായിട്ട് ഇന്നറിനോട് ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കർട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് നമ്മൾ ഏതാണ്ട് ഒരു മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ കടന്നു വരുമ്പോൾ കൃഷ്ണന്റെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് സ്റ്റോർ റൂം പോലെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഡോറുണ്ടെന്ന് നമുക്ക് കടന്നു വരുമ്പം തോന്നില്ല. ഇത് പറഞ്ഞു തന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നല്ലൊരു സ്റ്റോർ റൂമാണിത്. ഇതിൻ്റെ അപ്പുറത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ താഴെയാണ് നോക്കുക, സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗമാണിത്. ഇതാണ് സ്റ്റെപ്പ്. സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗമാണ് ഇങ്ങനെ അടച്ച് ഡോറൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റോർ റൂമാണിത്. ഇവിടെ മെയിൻ സ്വിച്ച് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ മാർഗതടസ്സവും ഇല്ലാത്ത രീതിയിൽ, എന്നാൽ എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും അല്ലേ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണ്, ഒതുങ്ങിയിരിക്കും. ഇത് ബെഡ്റൂമാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് പറഞ്ഞാൽ ഇവിടെ വിൻഡോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇത് നമുക്ക് സിറ്റ് ഔട്ടിൽ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്ക് നമുക്കൊരു നോട്ടം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു വിൻഡോ, ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഒരു ആർഭാടമില്ലാത്ത എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ഇന്റീരിയർ വർക്കാണ് നമ്മൾ ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. പിന്നെ നമ്മളൊരു കബോർഡ് ഈ ബെഡ്റൂമിൽ തന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ഡോർ കബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മളൊരു കളർ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം സീലിംഗ് വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണിത്. ഈ നമ്മൾ ഇതിന്റെ വാർത്തപ്പോൾ തന്നെ ഒന്നാം നില വാർക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ബൾബ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സുകൾ നമ്മൾ ആ വാർക്കയിൽ കോൺക്രീറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഇന്റീരിയർ അവിടെ മോളിൽ ഒരു ജിപ്സം വർക്കോ അങ്ങനെ ഒരു വർക്കോ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ തേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്താണ് നമ്മൾ ഈ സ്ട്രിപ്പ് LED സ്ട്രിപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതി ചെയ്യാവുന്ന. പിന്നെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള ഷെൽഫ്. പിന്നെ ബാത്റൂം ആണെങ്കിലും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഡയറക്റ്റ് ബെഡ്റൂമിലേക്കല്ലാതെ ഇവിടെ അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഇവിടെ മിററുണ്ട്. പിന്നെ മിററ്, മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ട്രോയ് എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ബക്കറ്റാണെങ്കിലും ഇതിന് അടിയിലേക്ക് നീക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ബാത്റൂം ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉള്ളത് കൊണ്ട് നമുക്ക്
പുറത്തേക്ക് നോട്ടവും കിട്ടും, പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചവും കിട്ടും. ബാത്റൂമും നല്ല രീതിയിൽ എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. വാഷിംഗ് ബേസിനൊക്കെ ബാത്റൂമിനുള്ളിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ബാത്റൂമാണ്. ഈ ബാത്റൂമിൻ്റെ വോൾ ടൈല് നല്ല പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഡിസൈനുള്ള ടൈല് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റാലിൻ ചേട്ടൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ടൈല് സെലക്ട് ചെയ്തിരിക്കുന്നത്. പല കടകളിലും പോയി അതെന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ വീട് നിർമ്മിക്കണവരോട്, ഇനി വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്കുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ തന്നെ വീട് നിർമ്മിക്കണോ വേണ്ടോ എന്നൊരു തീരുമാനം എടുക്കുക. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ വീട് എങ്ങനെയായിരിക്കണമെന്ന് സ്വയം നമ്മളൊരു ഭാവനയിൽ സങ്കല്പിച്ച് അതിനു വേണ്ടിയിട്ട് നല്ല സമയമെടുത്തിട്ട് നമ്മളൊരു ഹോംവർക്ക് ചെയ്യണം. ഞാൻ ഇതിന്റെ പണി തീരുമ്പോഴുള്ള വ്യൂ എൻ്റെ മനസ്സിൽ അന്നുണ്ട്. അങ്ങനെ ഹോംവർക്ക് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു വീട് നിർമ്മിച്ചാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ച വെച്ചിട്ട് കാര്യമില്ല. വളരെ സാവകാശം എല്ലാം നല്ല തീരുമാനം എടുത്തതിന് ശേഷം. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിൽ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ കൂടുതൽ വിൻഡോസ് കൂടുതലാണ് ഈ വീടിന്. എല്ലാ മുറികളിലും കൃത്യമായ കാറ്റും വെളിച്ചവും എത്തുന്ന രീതിയിൽ നമ്മൾ വിൻഡോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത, മറ്റു ഇതുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് റൂമിന് ആവശ്യമായ വിൻഡോ വേണം. അത് തുറക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജാണ്. അത് നമ്മൾ പണിത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഐഡിയകളാണ്. ഇപ്പൊ ഇതിന്റെ അപ്പുറം ഫ്രീ ആയിരുന്നു. അപ്പൊ അത് ഞാൻ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് അങ്ങനെ ഒരു വ്യൂ മനസ്സിൽ സങ്കല്പിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് എന്തോ ഒരു ചേരായ്മ തോന്നുമായിരുന്നു. അങ്ങനെ ഞാനത് അവരോട് പറഞ്ഞു, അത് ഭാഗം ക്ലോസ് ചെയ്ത് തരാൻ. അങ്ങനെ ഞാൻ ക്ലോസ് ചെയ്ത് ഇതൊരു സ്റ്റോറേജ് ഏരിയ ആക്കി എടുക്കുകയും ചെയ്ത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം. ഡൈനിങ് ഹാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ഡൈനിങ് ഹാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് നിലവിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു. അത് ഇടണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ കുറച്ചും കൂടി നമുക്കൊരു ഇതിനോട് അനുയോജ്യമായ രീതിയിൽ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഞാൻ അന്വേഷിച്ച് നടന്നു. ഞാനൊരു കടയിൽ കണ്ടെത്തി, അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ഡൈനിങ് ടേബിൾ. ഇതൊരു മോഡൽ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ഈ റൂമുമായിട്ട് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ടൈലും കാര്യങ്ങളൊക്കെ ഇതിന്റെ ടേബിൾ ടോപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ലെഗൊക്കെയാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ടേബിളാണ്. അതിന് എല്ലാം ഇത് ഞാൻ ചെറുവട്ടൂരുള്ള സെനോറ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. പിന്നെ ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന ടൈല് ഇത് ചേട്ടന് ഒരുപാട് കടകളിൽ നിന്നും കുറെ കടകൾ കയറി ഇറങ്ങി ഞാൻ ഒരു സ്ഥലത്ത് കണ്ടപ്പോ അവിടെ ഈ കടയുടെ ഒരു കടയിൽ നിന്ന് എടുത്തതാണ്. ഇതിപ്പോ ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന ടൈല് നല്ല ഭംഗിയുള്ള ടൈലാണ്. ആകാശത്തിന്റെ ഒരു പ്രതിഫലനം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ടൈലാണ് ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതെല്ലാം ഹോൾ ആയതുകൊണ്ട് തന്നെ മറ്റ് ഉപദ്രവം, നമുക്ക് വല്ല പക്ഷികള്, പൂച്ച അങ്ങനെയുള്ള സാധനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ വെളിയിൽ നിന്നും 4 കോളം നമ്മൾ ചില്ല് ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുക. അതിന് മറ്റൊന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്ത് ഇത് വരുമ്പോൾ തന്നെ നമുക്ക് കാറ്റും വെളിച്ചവും കടന്നു പോകാനുള്ള സംവിധാനം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ 3 ഈ വിൻഡോസ് 3 നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഭാഗത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അവിടെ നിന്ന് കയറുന്ന ആ വായു ഇതിലൂടെ ഇറങ്ങി. അപ്പൊ നമ്മളിത് വാസ്തു പറയുകയാണെങ്കിൽ യമസൂത്രം രേഖയാണ്. അപ്പൊ അവിടെ നിന്നുള്ള വെളിച്ചവും കാറ്റും ആ വിൻഡോ തുറന്നാല് അതുവഴി കടന്ന് ഇതിലെ കടന്നു പോകാനതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 3 വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡേൺ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടിന് നമ്മുടെ പഴമയുടെ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ബൾബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് എടുത്തു പറയത്തക്കത് ഈ വിളക്കാണ്.
ഇത് പണ്ട് കാലത്ത് എല്ലാവരും തന്നെ ഉപയോഗിച്ചിരുന്ന ചിമ്മിനി വിളക്കാണ്. ഈ ചിമ്മിനി വിളക്ക് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഒരു ചിത്രം ഭാവനയിൽ കണ്ടിട്ടുണ്ട്, അത് വരുന്നതേ ഉള്ളൂ. ശകുന്തളയല്ലേ? അതെ 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 അതെ, ഫുള്ളായിട്ടുള്ളൊരു ചിത്രം ഇവിടെ വരുന്നതേ ഉള്ളൂ. ഇനി ഇത് ഓപ്പൺ കിച്ചണാണ്. ഒരു വീടിനെ സംബന്ധിച്ച് ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത്. അത് വേറെ എന്ത് നന്നായില്ലെങ്കിലും കിച്ചൺ നന്നാവണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ നമ്മളിത് കിച്ചണിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒന്ന്, ഒരു വലിയ കിച്ചൺ വേണം എന്നൊരഭിപ്രായം വന്നിരുന്നു. അത് വേണ്ട, നമുക്ക് ചെറിയ കിച്ചൺ മതി എന്നും, അത് നമുക്ക് ഒരു ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ ഒരു ഫയർ കിച്ചണും കൂടെ സെറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൽ നമ്മൾ ഈ ചെറിയ കിച്ചൺ മതിയെന്ന് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ നമുക്ക് ഒരാൾ 1-2 പേർക്ക് കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുമ്പോൾ ഓടി നടന്ന് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് ആ കിച്ചണിൽ കിച്ചണിന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ചെയ്താൽ നമുക്ക് അപ്പുറ സൈഡിലേക്കാണെങ്കിലും അതുപോലെ ഇപ്പുറത്തേക്കാണെങ്കിലും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. അത് പണിയുന്നതിന് മുമ്പും പണിയുമ്പോൾ എന്റെ കാഴ്ചപ്പാട് ഇതായിരുന്നു. പക്ഷെ പണിതിന് ശേഷം കുറച്ചും കൂടി വലുതാകാമായിരുന്നു എന്ന അഭിപ്രായം പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ തീരുമാനമായിരുന്നു ശരി എന്നാണ് എനിക്ക് ഇപ്പോഴും ചെറിയ അടുക്കളയിലെ വരവ് കൂടും, ചെലവ് കുറയും. അതൊക്കെ അങ്ങനെയൊക്കെ കാരണന്മാർ പറയുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ചിരുന്നത് പോലെ ആ വിൻഡോ ഇത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തുകൂടി ഒരാൾ പോകുമ്പോഴും നമുക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ കടന്നു വരുവാണെങ്കിൽ നമുക്ക് റോഡ് വരെ ഇതിന്റെ ഒരു നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രി ഇട്ടിരിക്കുന്നത് ജനലിന്റെ ഭാഗത്തുനിന്നാണ്. റോഡ് വരേക്കും നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, നമ്മൾ ഇതിന്റെ അകത്ത് ഒരു കളർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ചെറിയ വുഡ് വർക്ക് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഭംഗിയായിട്ട് ചെയ്തെല്ലാം തേക്ക്, നമ്മൾ നാടൻ തേക്ക് വാങ്ങി പറമ്പിൽ നിന്നൊക്കെ തേക്ക് വാങ്ങിയിട്ട് എടുത്തിട്ടാണ് ഇതിന്റെ എല്ലാ പണിയും ചെയ്തിട്ടുള്ളത്. അത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും വെളിച്ചം കുറവില്ല. ആവശ്യത്തിന് വിൻഡോയും ഉണ്ട്. ആവശ്യത്തിന് നമുക്ക് ഇതിന്റെ ഒരു കാര്യം ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ നല്ലൊരു ഹൈ വോൾട്ടേജിലുള്ള ഒരു വെട്ടമിട്ടാൽ നല്ല വെളിച്ചം കിട്ടും. പക്ഷെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ചെറിയ വെട്ടം, എന്നാൽ ഓരോ സ്ഥലത്തും എന്താണോ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലാണ് എന്റെ ലൈറ്റിംഗ്. ഇപ്പൊ നമുക്ക് ആ ഭാഗത്തൊരു പണി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയാണ് കൂടുതൽ വെട്ടം വേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ ഒരു ലൈറ്റിംഗ്, ഒരു സ്ട്രിപ്പ് ലൈറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. നോർമൽ മതിയെങ്കിൽ നമുക്ക് നോർമൽ ലൈറ്റ് ഇട്ട് കൊടുത്താൽ ആ ഇത് കിട്ടും. അങ്ങനെയാണ് നമ്മൾ അത് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക കൂടി വേണം. ഇപ്പൊ നമ്മളിപ്പോൾ ഈ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വാഭാവികമായി അടുക്കളയിലെ ഉപയോഗത്തിന് ഇങ്ങനെ ഇടുന്ന് വരുന്നില്ല. പിന്നെ വാഷിംഗ് ബേസിൻ എല്ലാം മോഡേൺ രീതിയിൽ തന്നെയാണ് ഇതിന്റെ വാഷിംഗ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു നിർബന്ധമാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ എല്ലാവരും പറയും ഇപ്പൊ ആരും വിറക് ഉപയോഗിക്കുന്നില്ല, എല്ലാം ഗ്യാസിലാണ് എന്ന് പറയും. പക്ഷെ എനിക്കത് പോരാ, നല്ലൊരു വിറകടുപ്പ് വേണമെന്ന് തോന്നലാണ് നമ്മൾ ഈ വിറകടുപ്പ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് വിറകടുപ്പ് തന്നെയാണ്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കൊരു ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ഗ്യാസിന്റെ പൈപ്പും കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇതിന് പ്രത്യേകത ചിമ്മിനിയുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധം. കാരണം നമ്മളിത് എങ്ങനെയൊക്കെ നോക്കിയാലും ഈ മുറിക്കകത്ത് പുക നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചിമ്മിനി ഉണ്ട്. അത് ആ അടുപ്പിന്റെ ഫുൾ വലിപ്പത്തിലാണ് നമ്മൾ ഈ ചിമ്മിനി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ചിമ്മിനി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പുക ഇങ്ങോട്ട് വരുന്നില്ല. നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം. ഇതിന് എടുത്തു പറയത്തക്കത് ഡൈനിങ് റൂമിൽ ഇരുന്നാലും വാഷ് ചെയ്യുന്ന സമയത്ത് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ ഒതുക്കിയാണ് വാഷിംഗ് ബേസിൻ വെച്ചിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡിസൈനുകളൊക്കെ ഉള്ള ഒരു വാഷിംഗ് ബേസിനാണ്. അവിടെ ഒരു മിററും ഉണ്ട്. പറഞ്ഞ് കസ്റ്റമൈഡ് ചെയ്തെടുത്തിരിക്കുന്ന മിററാണ്. ഇതെവിടെയാ ചേട്ടാ? മൂവാറ്റുപുഴയിൽ തന്നെ നമ്മളൊരു ഷോപ്പിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. പിന്നെ അന്വേഷിച്ച്
നടന്ന സമയത്ത് കണ്ടെത്തിയാണ് ആശുപത്രി നടന്നത് ചെയ്തത്. മൂവാറ്റുപുഴയാണ് ഇതിന്റെ ഈ ഗ്ലാസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രായമായ ഒരു അമ്മയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തീർത്തിരിക്കുന്നത് പോലെയാണ് ഈ ബെഡ്റൂമിന്റെ പണിയ. ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ അമ്മയുണ്ട്, അപ്പൊ അമ്മയ്ക്ക് ചെറിയ വയ്യായികയൊക്കെ ഉള്ളതാണ്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെ ഒരു ഭാഗമുണ്ട്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് അതൊരു വാഷ് ഏരിയ ആക്കി മാറ്റി. ഇവിടെ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ വേണമെങ്കിൽ 2 കട്ടിലിടാവുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത്. വിൻഡോസ് അതാണ് ഇതിന്റെ ഏറ്റവും നമ്മൾ പ്രായമായ ഒരാൾ കിടക്കുന്ന ഒരു റൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കാറ്റും വെളിച്ചവും യഥേഷ്ടം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സൈഡിൽ ഒരു 3 പാളി ജനലും അതുപോലെ തന്നെ ഇവിടെ 2 പാളിയുള്ള ജനലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സീലിംഗ് ചേട്ടൻ പറഞ്ഞ പോലെ വാർക്ക ചെയ്ത സമയത്ത് തന്നെ ഹോളിട്ട് അത് കഴിഞ്ഞ് തേച്ച് കഴിഞ്ഞ് കട്ട് ചെയ്ത്. ഈ വാഷിംഗ് ഏരിയയുടെ ഒരു പ്രത്യേകത, നമുക്ക് എല്ലാ വീടുകളിലും വാഷിംഗ് ഏരിയ ഇത്രയും താഴ്ത്തി ചെയ്യുന്നത് വളരെ കുറവാണ്. ഇതിപ്പോ ഒരു കൊച്ചുകുട്ടിക്ക് വരേക്കും വാഷ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വാഷിംഗ് ഏരിയ. അതായത് ഈ വാഷ് ബേസിൻ കുറച്ച് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രായമായ അമ്മയാണ്, അമ്മയ്ക്ക് വയ്യായികയാണെന്നുള്ളപ്പോ സമയത്ത് ഒരു ചെയറിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടാണേലും വാഷ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ വാഷ് ബേസിൻ പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് തന്നെ വെളിച്ചം കയറുന്ന രീതിയിൽ നല്ല വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററും അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മിറർ തന്നെയാണ്. ഇനി ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ റൂമിൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നല്ല ഒതുക്കിയാണ് ഈ വാഷിംഗ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ കൈ പിടിച്ച് നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ ഇതിനിങ്ങനെ ഒരു കൈപ്പിടി കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ശേഷങ്ങൾ ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു, ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം. കോൺക്രീറ്റിൽ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നതാണ്. ഇത് കുന്നിവാക എന്ന് പറഞ്ഞൊരു തടിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുന്നിവാക അത്ര സുലഭമായിട്ട് കിട്ടുന്നതല്ല, റെയറാണ്. ചില സമയത്ത് കൂടുതലും മറ്റുപയോഗങ്ങളൊന്നും അധികം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും കിട്ടണമെന്നില്ല. നമ്മൾ ഏതാണ്ട് 3 മാസക്കാലം അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ തടി കിട്ടിയത്. ഇത് ഏതാണ്ട് 100 ഇഞ്ചിലധികം വണ്ണമുള്ള ഒരു തടിയാണ് നമ്മൾ എടുത്തിട്ട്. ഇതെല്ലാം ഒന്നും പീസില്ല, എല്ലാം ഒറ്റ ഇത് തന്നെയാണ്, പീസ് ഇല്ലാതെ ചെയ്തതാണ്. ഇതിന് മാത്രമേ, ഈ ഒരു പീസിൽ മാത്രമേ ജോയിന്റ് ഉള്ളൂ. ഇതിങ്ങനെ കോൺ പീസ് ആയതുകൊണ്ട് ഇതിന് മാത്രമേ നമുക്ക് ജോയിന്റ് വന്നുള്ളൂ. ബാക്കി ഒന്നും ജോയിന്റ് ഇല്ലാതെയാണ് പോയിട്ട്. നമ്മളൊരു സ്പേസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് പകൽ സമയത്താണെങ്കിലും വെളിച്ചം നമുക്ക് ഈ സ്റ്റെപ്പിൽ കിട്ടത്തക്ക രീതിയിലാണ് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. കൂടാതെ ഇവിടെ ലൈറ്റും ഉണ്ട്, ഒരു ഹാങ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അയൺ ബോക്സ് വെച്ചിരിക്കുന്നത്. അയൺ ചെയ്യാനുള്ള ഒരു സൗകര്യം. ഈ ഒരു പോർഷൻ വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. അത് ടെമ്പററി ആയിട്ടാണ്. ഞാനിവിടെ ആലോചിക്കുന്നത്, ഇവിടെ എനിക്കൊരു ടീപ്പോയ് ഉണ്ട് അവിടെ. അത് സെറ്റ് ചെയ്താല് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആദ്യമായിട്ട് എന്റെ വീട്ടിൽ ഞാൻ വാങ്ങിയ ഒരു TV ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഞാൻ ആ സാധനം ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് ഇതിരിക്കുക. അപ്പൊ ഇതിന്റെ പുറത്ത് കുറച്ച് ഡ്രസ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഡ്രസ് വർക്ക് കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം ഇതിന്റെ തേക്കുന്നതും വാഷ് ചെയ്യുന്നതെല്ലാം ഡ്രസ് വാഷിംഗ് ഒക്കെ നമ്മൾ പുറത്താണ് ആക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറെ പഴയ ഇതുകളുണ്ട്. ആ TV വെക്കണം. അന്നത്തെ VCR, അന്നത്തെ VCP, ഇതെല്ലാം എന്റെ കയ്യിൽ. അന്ന് ആദ്യമായി ഞാൻ മേടിച്ച എല്ലാ സാധനങ്ങളും എന്റെ കൈവശം ഇപ്പോഴും ഉണ്ട്, വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഇവിടെ സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഇതും അതേപോലെ തന്നെയാണ്. നമ്മൾ ബെഡ്റൂമെല്ലാം 2 സൈഡിലേക്ക് ജനൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ അതേപോലെ തന്നെയാണ് ജനലെല്ലാം 2 സൈഡിലും ജനൽ ആവശ്യത്തിന് വെളിച്ചം കയറുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. ചേട്ടന് ഇതിനകത്ത് ഈ സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല
എന്നാൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ എന്നോട് പലരും വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് പണം മുടക്കില്ലോ എന്തിനാണ് മുടക്കിയെന്ന്. പക്ഷെ ഇതിനകത്ത് ഒരു അധിക ചെലവില്ല, എനിക്ക് ലാഭമാണ് ഇത് ലാഭമാണ്. കാരണം ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇതിന് മുമ്പ് നമ്മൾ പല സ്ഥലത്ത് പോയി പണി കാണുകയും അപ്പൊ പല സ്ഥലത്ത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് അതിന്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒട്ടും സ്ഥലം പാഴാക്കാത്ത രീതിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഇതിന്റെ മുകളില് ആവശ്യം വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പണിയുന്നതിന് മുമ്പ് ഇതിന്റെ വാർത്തതിൽ നമ്മൾ വാർത്തിരിക്കുകയാണ്, ഇത് താത്തി വാർത്തിരിക്കുകയാണ്. അപ്പൊ അത് ആദ്യമേ നമ്മൾ ചിന്തിച്ചെങ്കിലാണ് നമുക്കിത് പണി താഴെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ടത് എപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്ലോറിൽ നിന്നും അല്പം താഴ്ന്ന് വേണം ബാത്റൂം ഫിറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ഫ്ലോറിൽ നിന്നും അല്പം താഴ്ന്നാണ് ഇതിന്റെ ബാത്റൂം. അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങോട്ടേക്ക് തെറിക്കില്ല. ക്ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മക്കൾക്കും എല്ലാവർക്കും ഈ ഒരു കൃത്യനിഷ്ഠ പാലിക്കുന്നതിന് വേണ്ടി മുൻകരുതൽ എന്നോണമാണ് ഇവിടെ ക്ലോക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അടുത്ത ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അങ്ങനെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടില്ല. അതെന്താ കേട്ടോ ഇതിനെ മാത്രം ഡ്രസ്സിംഗ് ഏരിയ കൊടുക്കാതെ പോയത്? ഇത് ഡ്രസ്സിംഗ് ഏരിയ കൊടുക്കാതെ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ട് വ്യൂ ആക്കിയത്. അതായത് ബിൽഡിംഗ് എങ്ങനെ വരുന്നു നമ്മൾ ഫ്രണ്ട് വ്യൂ പ്രത്യേകമായിട്ട് ഉണ്ടാക്കാതെ ഈ ബിൽഡിംഗ് വരുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ഫ്രണ്ടേജ് വരണമെന്ന് തോന്നി. അപ്പൊ അവിടെ നമ്മള് ഈ സൈഡ് വരുമ്പോൾ അത് നമ്മൾ റോഡിൽ നിന്ന് വരുന്ന ഒരു വശത്തിന്റെ ഒരു സൈഡ് വരുമ്പോൾ ഒരു കട്ടിങ് വന്നാൽ നന്നായി ഇരിക്കുമെന്ന് തോന്നിയിട്ട് നമ്മളൊരു കട്ടിങ് ചെയ്തു. ആ കട്ടിങ് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സിംഗ് ഏരിയ ചെയ്യാനുള്ള ഏരിയ അവിടെ ഇല്ലാതെ വന്നത്. അത് നമ്മൾ അന്നേരം അതങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അവിടെ ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗിയാകും എന്ന അന്നത്തെ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പാസിംഗ് ഏരിയ ഇല്ല. പക്ഷെ ഈ ബെഡ്റൂമിനകത്തൊരു പ്രത്യേകതയുള്ളത്, ഈ ബെഡ്റൂമില് ഇത് നമ്മളൊരു നല്ല ഹൈറ്റ് ഉള്ള 3 പാളിയുള്ള ഒരു വിൻഡോയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇത് ഈ വിൻഡോ ചെയ്തത് തന്നെ ഏറ്റവും നല്ലതായി ഉത്തമമാണ്. കാരണം ഇത് കോർണറിൽ വരുന്ന ബെഡ്റൂം അല്ല. എന്നാൽ ഈ ബെഡ്റൂമിന്റെ മുൻവശത്തൊരു ബാൽക്കണിയാണ്. ഈ ബെഡ്റൂമിലുള്ള പ്രത്യേകത നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നും ഈ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയും. ഇത് ജനലാണ്, ഇത് വിൻഡോ ആണെങ്കിൽ പോലും ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ബാൽക്കണിയിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു പാസേജ് സംവിധാനം നമ്മളിവിടെ ചെയ്തു. ഇതാണ് ഈ വീടിന്റെ ഹൈലൈറ്റ്. ഇവിടെ ബാൽക്കണി ഉള്ളതുകൊണ്ട് നമുക്ക് റോഡിലൂടെ പോകുന്നവരെയും കാണാം. റോഡ് ഒരു പുതിയ താഴെ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു എൽ ഷേപ്പ് ബാൽക്കണിയാണ്. ഇതിന് ഇപ്പൊ ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട്. ഒരു ഓപ്പൺ ടെറസ്. ഇപ്പൊ ഓപ്പൺ ടെറസ് ഇവിടെ താഴേക്ക് ഇറങ്ങാം. ഇതും എൽ ഷേപ്പിൽ ഒരു ബാൽക്കണിയാണ്. റൂഫ് ഇട്ടാൽ നമുക്ക് ഇനി ഇവിടെ നമ്മള് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെറിയ കാർഷികമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ നമുക്ക് വിട്ടാവുന്ന വൃത്തിയായിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നുണ്ട്. അതാണ് അവിടെ നിന്നുള്ള മെയിൻ ഡോറ്. ഇതൊക്കെ നമ്മൾ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു എൻട്രി ഇതിനകത്ത് കൊടുത്തേക്കണമെന്ന് മാത്രമേ. ഇത് നമ്മളൊരു ലിവിംഗ് സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഇത് വരുമ്പോൾ ലിവിംഗ് പ്ലസ് ബെഡ്റൂം എന്നുള്ള കാഴ്ചപ്പാട്. ഇത് അത് വേറൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് വെളിയിലേക്ക് മാറ്റാനുള്ളതാണ്. ഇപ്പൊ പുറത്തെ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇടാൻ വേണ്ടിയുള്ള കട്ടിലാണ്. അപ്പൊ ആവശ്യമാണ് നമുക്ക് രണ്ടുപേരും കൂടെ വന്നു.
അവർക്കൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ ലിവിംഗ് സ്പേസ് ഈ ലിവിംഗിന്റെ ഡോർ വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇതിനകത്ത് നമ്മൾ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് മറ്റൊരു മെത്തേഡിലാണ്. ഇപ്പൊ ഈ ബണ്ട് നമ്മൾ ലൈറ്റ് നമ്മൾ അതിനകത്ത് തന്നെ കോൺക്രീറ്റിലൊപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ ഒപ്പം ലൈറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് നമ്മൾ വുഡിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിരിക്കുകയാണ്. വുഡാണ്, തേക്കിന്റെ വുഡിൽ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അതിന്റെ അകത്താണ് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റൈലിലുള്ള ഒരു പ്രശ്നം, ഈ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു പ്രശ്നമാണിത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഷെയ്ഡ് കൊടുത്താൽ ഒരു പക്ഷേ ഭംഗി കുറയുമെന്നാണ് പൊതുവെ ഒരു കാഴ്ചപ്പാട്. കണ്ടംപററി സ്റ്റൈൽ മാറിപ്പോകും. അപ്പൊ ഈ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഇതിന്റെ അകത്ത് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊരു ചെറിയ തടസ്സമാണ്, ചെറിയൊരു തടം ഇത് കിട്ടും. മറ്റൊന്ന് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഹുക്കുകൾ, ഇപ്പൊ ഒരു ഊഞ്ഞാല് ഉണ്ടെങ്കിൽ തന്നെ ഹുക്കുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹുക്കുകളൊന്നും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാതിരിക്കാനും ഫ്രണ്ടിനൊരു തലയെക്കെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. വെള്ളം എന്തായാലും നല്ല മഴ പെയ്താൽ അകത്ത് ഊത്തടിച്ച് വെള്ളം കയറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊരു ചെറിയ സ്ലോപ്പ് അങ്ങോട്ട് കൊടുത്താൽ ഇവിടെ നിന്ന് നമ്മൾ ബ്രഷിൽ തള്ളിക്കാതെ വെള്ളപ്പുറത്തേക്ക് ഒഴുകാൻ പാകത്തിനാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഇതിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്റ്റൈലിനുള്ളൊരു കുഴപ്പമാണ്. കണ്ടംപററി സ്റ്റൈലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത്ര യോജിച്ചതല്ല. അതെ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലല്ല കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ. ഇവിടെ വെള്ളമൊക്കെ തൂൽമാനം അടിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഇവിടെയൊക്കെ ചിലപ്പോൾ നനഞ്ഞെന്ന് വരും. അപ്പൊ അതിനൊരു തടസ്സം എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള എല്ലാ ടൈലുകളിലും ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നത് ബ്ലാക്ക് അപ്പോക്സിയാണ് ചെയ്യാറ്. എല്ലായിടത്തും കണ്ടുവരുന്നത് ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ ഈ ഗോൾഡൻ ഇതുള്ളപ്പോൾ എനിക്ക് എനിക്ക് അപ്പോക്സിയോട് പൊതുവിൽ താല്പര്യമില്ലായിരുന്നു. എനിക്ക് നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കണമെന്നായിരുന്നു. അപ്പൊ അത് വേണ്ട എന്ന് പറഞ്ഞാണ് നമ്മൾ ഗോൾഡൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ടൈപ്പിലും ഗോൾഡൻ അപ്പോക്സിയാണ് ചെയ്തത്. വാഷിംഗ് മെഷീൻ ഈ സൈഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും, തേക്കുന്നത് ആ സൈഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇതിന്റെ അകത്തൊരു കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വേനലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അപ്പൊ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സംവിധാനം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അത്രയും ഏരിയ ഉണ്ട്. ഓഫിട്ട് വാഷിംഗ് മെഷീനൊക്കെ പിന്നെ അയൺ ചെയ്യാനുള്ള ടേബിളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ സ്വിച്ച് ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫ് ഇട്ടാൽ മാത്രം മതി. സ്റ്റെപ്പ് കയറി വരുന്ന ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ് ഈ 4 ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ആവശ്യം ഇത് ഇങ്ങനെ ഒരു വീട് പണിയണം എന്ന ചിന്ത ഉടലെടുക്കുകയും അത് ആലോചിക്കുകയും ചെയ്ത സമയത്ത് ഞാൻ കുമാർ ടെക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ സമീപിച്ചിരുന്നു. അവരാണ് എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ചെയ്തു തന്നത്. വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറാണ് എനിക്കിതിൻ്റെ ഡിസൈൻ എൻ്റെ അഭിരുചിക്ക് അനുസരിച്ച്. അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് എത്ര തവണ വേണമെങ്കിലും ഡിസൈൻ മാറ്റാം, പക്ഷെ നമ്മൾ ഫൈനലി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റരുത് എന്നാവശ്യപ്പെട്ടു. എൻ്റെ മനസ്സിനിണങ്ങിയ രീതിയിൽ അദ്ദേഹം ഈ ഡിസൈൻ വരച്ച് തന്നിട്ടുണ്ട്. അത് പരമാവധി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരമാവധി സ്ഥലം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാതെ പോയ ഒരു സ്ഥലം പോലും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിജയകുമാറിയായിട്ട് നമ്മൾ പ്രത്യേകം ഒരു നന്ദി പറയേണ്ടതാണ് ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ പെയിന്റിങ് വർക്കുകൾ ഈ പെയിന്റിങ് വർക്ക് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഉള്ളത് എല്ലായിടത്തും തട്ടുപൊളുപ്പ പെയിന്റിങ്ങുകളാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കി അറിയാം, ഒന്നും നമ്മളൊരു ഇടിവെട്ട് കളർ എന്ന് പറയുന്ന കളറൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ പെയിന്റിങ് എങ്ങനെ ചെയ്യിക്കാം എന്നാലോചിച്ച് എനിക്ക് ബർജർ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ബർജർ കമ്പനിയുമായാണ് ഞാൻ എൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അംസേക്ക, പൈങ്ങോട്ടൂരുള്ള അംസേക്കായാണ് എനിക്ക് ഈ വർക്ക് കൃത്യമായിട്ടും അത് സമയബന്ധിതമായിട്ട് പണി പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ഇതിൻ്റെ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതും എടുത്തു പറയേണ്ട അവരുടെ വർക്ക്, അവരുടെ ഡിസൈൻ, അവരെന്നെ ഒരു ഡിസൈൻ ചെയ്ത് എന്നെ കാണിച്ചു. അതിന് വേണ്ട മാറ്റങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചു. ആ ഡിസൈനുകൾ നമ്മൾ ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു വർക്ക് തോന്നുമെങ്കിലും ഏറ്റവും സിമ്പിളായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ചേട്ടനെ കൂടി പരിചയപ്പെടണം, ചേട്ടൻ്റെ ഫാമിലിയെയും നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര്
സ്റ്റാലിൻ എന്നാണ്. ഞാൻ മൂവാറ്റുപുഴ KSEBയിൽ വർക്ക് ചെയ്യുന്നു. KSEBയിൽ മികച്ച സേവനത്തിനുള്ള അവാർഡ് വാങ്ങിച്ച ആളല്ലേ? KSEBയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സമയത്ത് അതാത് സമയത്ത് ഇപ്പം ഞാൻ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് കൊടുത്തതാണ്. ഞാൻ കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന KSEBയിലെ തൊഴിലാളികൾ സംഘടനയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ KSEBയുടെ എംപ്ലോയീസ് സൊസൈറ്റി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായി പ്രവർത്തിക്കുന്നു. ജീവിതം തുടക്കകാലഘട്ടം മുതൽ തന്നെ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. എൻ്റെ വളരെ കാലത്തെ ഒരാഗ്രഹമാണ് ഈ കാണുന്ന ഒരു ഭവനം. ഇതൊരിക്കലും ഇതുപോലെ നിർമ്മിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അത് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യവും നമ്മുടെ പ്രയത്നവും കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മളെ ഇതിലേക്ക് ഞാനിങ്ങനെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എന്നെ ആദ്യം സഹായിച്ച എൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എന്നോട് പറഞ്ഞ് അത് ഒരു പക്ഷേ ആദ്യം അവർ തന്ന തുക കൊണ്ടായിരിക്കും ഞാൻ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ എൻ്റെ എൻജിനീയറെ കാണുകയും എൻ്റെ ആവശ്യം അറിയിച്ചു. അതനുസരിച്ച് അദ്ദേഹം എനിക്ക് ഇഷ്ടത്തിലുള്ള ഒരു പ്ലാൻ റെഡിയാക്കി തന്നു. നമുക്ക് ഫാമിലിയെ കൂടി പരിചയപ്പെടാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്, ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക്, നമുക്ക് ഈ വർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വർക്കിലൊക്കെ ഒരു പുതുമ നമുക്ക് കാണാൻ കഴിയും. അത് ഇവരുടെ എല്ലാവരുടെയും പ്രയത്നഫലമായിട്ടാണ്. ഏതായാലും ഇനിയുള്ള എൻ്റെ ജീവിതം ഇതിനകത്ത് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നാണ് ആഗ്രഹം. നമുക്ക് ഫാമിലിയെ കൂടി പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കരുത്ത് എന്നൊക്കെ പറയുന്നത് ഇതാണ് എൻ്റെ കരുത്ത്. എന്ത് കാര്യത്തിലും എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയ പത്നി, അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ അജയ് കൃഷ്ണ, രണ്ടാമത്തെ മകൻ ഗൗതം കൃഷ്ണ. ഇവരാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. ഈ ധൈര്യത്തിലാണ് ഞാൻ ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ ഈ കൊച്ചു ഭവനത്തെ ഇവിടെ എത്തിച്ചേരുകയും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീടിനെ ധന്യമാക്കിയ ടീച്ചറിനുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു.